ഹലോ ഫ്രണ്ട്സ്, മഴതോരു മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബബിത ആകെ ടെൻഷൻ അടിച്ച് നേരെ ഹരിയുടെ അടുത്തേക്ക് വരുവാണ്. ഹരിയോട് പറയുന്നുണ്ട്, ഹരിയേട്ടാ ദേവി ഇത് എന്നെ ആരോടും ഇതൊന്നും പറഞ്ഞു കൊടുത്ത് നാണം കെടുത്തരുത്, അത് ഫോണിൽ നിന്ന് എങ്ങനെയെങ്കിലും ഡിലീറ്റ് ചെയ്ത് കളയണം. അപ്പോൾ ഹരിയുടെ ആളൊരു കോഴിയാണല്ലോ. ഹരി ബബിതയെ ആകെ ഒന്ന് നോക്കുകയാണ്. എന്നിട്ട് പറയാം, ഞാനിതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോളാം, നീ വിഷമിക്കണ്ട. അല്ലെങ്കിൽ തന്നെ നീ എൻ്റെ ആരാ? നമ്മളൊക്കെ കസിൻസ് അല്ലേ, ഞാൻ നിൻ്റെ കൂടെ അല്ലേ നിൽക്കേണ്ടത്. അപ്പോൾ നിന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ടും നിൻ്റെ ഭാവി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ഞാൻ എന്തെങ്കിലും ചെയ്യോ? അത് നീ ആലോചിക്കണ്ടേ? ശരിയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഹരിയേട്ടാ, ഞാൻ എന്ത് വേണമെങ്കിലും ഹരിയേട്ടന് തരാം. പക്ഷേ ഫോണിൽ നിന്നും ഈ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയണം. നീ എന്ത് വേണമെങ്കിലും എനിക്ക് തരുമോ? തരാം, ഉറപ്പായിട്ടും ഞാൻ തരാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചിലതൊക്കെ നിന്നോട് ചോദിക്കും, അത് നീ എനിക്ക് തരണം. തരാം. എന്ത് വേണം? കാശ് വേണോ? വേറെ എന്തെങ്കിലും സ്വർണ്ണോ എന്തെങ്കിലും വേണോ? എൻ്റെ ബാങ്ക് ബാലൻസ് മുഴുവനും വേണോ? എല്ലാം ഞാൻ തരാം. പക്ഷേ ഇത് അവൾ വെല്ലിച്ചനെയോ അച്ഛനെയോ കൊച്ചനെയൊന്നും ആരെയും കാണിക്കരുത്, അങ്കിൾമാരെയും ഒന്നും കാണിക്കരുത്, ദൈവം ഇത് അമ്മയൊന്നും അറിയരുത് എന്നൊക്കെ പറഞ്ഞ് കാലി പിടിക്കുമ്പോൾ അപേക്ഷിക്കാട്ടോ. എന്നിട്ട് പറയണ്ട, ശരി, ഞാനൊരു വിട്ടുവീഴ്ച നിനക്ക് അങ്ങോട്ട് തരുമ്പോൾ നീയും അതുപോലെ നിൽക്കണ്ടേ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ബബിതയ്ക്ക് ചെറുതായിട്ടൊന്ന് പേടി തോന്നുന്നുണ്ട്. കാരണം ഹരിയുടെ സ്വഭാവം ബബിതയ്ക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഹരിയാണെങ്കിൽ അടുത്തേക്ക് വരുവാണ്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, ഹരിയേട്ടാ വെറുതെ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ മുതലാക്കാൻ നോക്കരുതേ. അങ്ങനെ നോക്കൂടി, നീ എൻ്റെ ആരാ എന്ന് പറഞ്ഞ് വീണ്ടും അടുത്തേക്ക് ചെല്ലുവാണ്. അപ്പോൾ ഹരി അവിടെ ആ കട്ടിലേക്ക് അങ്ങ് ഇരിക്കുന്നുണ്ട്, ഒരു വളിച്ച ചിരിയൊക്കെ ആയിട്ട്. ബബിത ആകെ ടെൻഷനാവാണ് കേട്ടോ. ദേവി ചെയ്ത് ആ ഫോണ് ഇങ്ങനെ എടുക്കുന്ന, അങ്ങനെ തലകണീരടിയിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന ഫോൺ എടുക്കാൻ കേട്ടോ നമ്മുടെ ഹരി. എന്നിട്ട് പറയാം, എടി നീ എന്നെ നോക്കിക്കേ, ഞാൻ എത്ര നല്ലവനാ. പിന്നെ എന്തെല്ലാം തെറ്റുകൾ ഹരിയേട്ടൻ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ശരി. പക്ഷേ നീ ഇപ്പോൾ പ്രേമിക്കുന്ന ഒരുത്തുണ്ടല്ലോ അമൽ, ആ മുടിയൻ, അവനെക്കാളും എത്രയോ നല്ലതാടി ഞാൻ. നമുക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പൊക്കൂടെ? ആരും ഒന്നും അറിയില്ല, നമ്മളാകുമ്പോഴത്തേക്കും ബന്ധുക്കളല്ലേ, ആരും അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഒരു സൈഡിൽ കൂടെ അതും ഒരു സൈഡിൽ കൂടെ ഇതും അങ്ങനെ പോട്ടെ എന്ന് ഹരി പറയുമ്പോൾ പെട്ടെന്ന് ബബിതയ്ക്ക് നന്നപ്പോൾ ദേഷ്യം പറഞ്ഞു കേട്ടോ. ഹരിയെ കൊല്ലാനുള്ള ദേഷ്യം വരുവാണ്. പക്ഷേ ഹരിയോട് ചെറുത്ത് ഇപ്പോൾ ചേർത്ത് നിൽക്കാനൊന്നും ബബിതയ്ക്ക് ആവില്ല. കാരണം വീഡിയോ കയ്യിലിരിക്കുന്നത് കൊണ്ട് തന്നെ ആകെ ടെൻഷനാവാണ്. ഫോണിങ്ങനെ എടുക്കുമ്പോൾ ബബിത വീണ്ടും പറയാം, ഹരിയേട്ടാ അങ്ങനെയൊന്നും എന്നെ ആവശ്യമില്ലാത്ത രീതിയിൽ മുതലെടുക്കാമെന്ന് നോക്കണ്ട, ഞാനതിന് സമ്മതിച്ച് തരില്ല, ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല, എനിക്ക് അമലിനെ ഇഷ്ടമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും ഞാൻ തയ്യാറല്ല, ഞാൻ സമ്മതിക്കില്ല. പിന്നെ നീ വലിയ പുണ്യാളത്തിൽ നിന്ന് ചമയാൻ നിൽക്കല്ലേ ബബിതേ, ഞാനിത് ആരോടും പറയണ്ടെങ്കിൽ മാത്രം മതി. അങ്ങനെ പറഞ്ഞ് ആ ഫോൺ ഇങ്ങോട്ട് എടുത്ത് ആ വീഡിയോ വീണ്ടും ഓൺ ചെയ്യാൻ വേണ്ടി എടുക്കുകയാണ്. അത് കണ്ടിങ്ങനെ ബബിത വല്ലാതെ പേടിക്കാനുണ്ട്. ഇനി എന്താവും, ആർക്കെങ്കിലും ഷെയർ ചെയ്യോ മറ്റോ ചെയ്താൽ പോക്കാണല്ലോ. അങ്ങനെ ഹരിയുടെ നീക്കം ഇങ്ങനെ നോക്കി എന്ന് ഹരിയുടെ കണ്ണൊന്ന് പാളുന്നതിനിടയ്ക്ക് ആ ഫോൺ അങ്ങോട്ട് പിടിച്ചു വാങ്ങട്ടോ. കഥകളെല്ലാം കുറ്റിയിട്ടിരുന്ന ഹരി അപ്പോഴും ഉടനെ ഫോണിനെ പിടിച്ച് വാങ്ങിച്ച് ഹരിനെ ഒറ്റ തള്ള അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഹരി ആ ബെഡിലേക്ക് മറിഞ്ഞു വീഴുകയാണ്. ഫോണും കൊണ്ട് പെട്ടെന്ന് തന്നെ ഡോറ് തുറന്ന് ബബിത താഴേക്ക് ഇറങ്ങി ഓടുക. സർക്കസ് ഇറങ്ങി താഴെ വരുന്നതും ഇവിടെ രണ്ട് അങ്കിളുമാരും ശിവനും അതുപോലെ രാജീവും കമലയും അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവരെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ബബിത അങ്ങ് നിൽക്കുകയാണ്. എന്താടി എന്താ? ഒന്നുമില്ലെന്ന് പറഞ്ഞു ഒരൊറ്റ പോക്കട്ടോ അടുക്കളയിൽ. അപ്പോൾ തൊട്ട് പിറകെ ഹരി ഓടുന്നുണ്ട്. ഹരിയും ഇതുപോലെ തന്നെ ഓടി വരുന്നത്. എന്താടാ, എന്താ പ്രശ്നം? അല്ല ഒന്നുമില്ലെന്നേ എന്നും പറഞ്ഞ് എൻ്റെ ഫോണ്, നിൻ്റെ ഫോണോ? എൻ്റെ ഫോൺ അവൾ പിടിച്ചു വാങ്ങിച്ചോണ്ട് പോയി. അത് ശരി, അതിനാണോ നീ ഇപ്പോൾ പുറകെ ഓടുന്നത്? അതെ, അവളെന്തിനാടാ നിൻ്റെ ഫോൺ എടുത്തത് എന്ന് കമല ചോദിക്കുകയാണ്. അത് എനിക്കറിയില്ല, അവൾ പിടിച്ചുകൊണ്ട്. നീ എന്തിനാ അവൾ ഫോൺ എടുത്തോണ്ട് ടെൻഷൻ ആവണേ? നിൻ്റെ ഫോണിൽ സ്ക്രീൻ ലോക്കൊന്നും ഇല്ലേ? ഉണ്ട്, പിന്നെന്താ? അവൻ്റെ ഒരു കാര്യമേ. അങ്ങനെ ഹരിയും അങ്ങോട്ട് പോവാം. അപ്പോൾ ഇവിടെ ഇവർ മൂന്നുപേരും കൂടെ ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, രാജീവ് പറയുക, ഇനി ഇവിടെ ബബിതയെയും രോഹിത്തിനെ നിർത്തേണ്ട കാര്യമില്ല, എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഈ പിള്ളേരെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കണം എന്ന് പറയാട്ടോ. പക്ഷേ അവരായിട്ട് പോവില്ല, നമ്മളായിട്ട് തന്നെ കൊണ്ടുപോകണം. ശിവനാണെങ്കിൽ നാണക്കേട്, അവിടുന്ന് വലിയ ഗമയിൽ വിളിച്ചിറക്കിക്കൊണ്ട് വന്നതല്ലേ, ഇനി അതേപോലെ കൊണ്ടുവിടാനൊരു നാണക്കേടുണ്ട്. അപ്പോൾ രാജീവൻ ചോദിക്കുന്നുണ്ട്, കമലെടുത്തി കൊണ്ടുവിട്ടൂടെ എന്ന്. പിന്നെ എന്നെ അവിടെ നിന്ന് അടിച്ചിറക്കിയതല്ലേ ചൂലെടുത്ത്, ആ വീട്ടിലേക്ക് ഇനി ഞാൻ കാലെടുത്ത് കുത്തില്ല. അല്ലെങ്കിൽ തന്നെ ഈ പിള്ളേർ എന്തിനാണ് അവിടെ പോണത്? ഇവിടെ നിൽക്കട്ടെ, രണ്ടും നശിച്ച് പോകണം. നശിച്ച് ജീവിതം ഇല്ലാതാവുമ്പോഴത്തേക്കും തന്നെ ബാലചന്ദ്രനെ കുറേ കാര്യങ്ങളങ്ങ് പഠിച്ചോളും എന്ന് പറയുമ്പോൾ ശിവന് ദേഷ്യം വരും കേട്ടോ. അത് ശരി, അപ്പോൾ നീ അവരെ നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്നവളാ അല്ലേടി, നല്ല മനസ്സ് എന്ന് പറഞ്ഞ് വഴക്ക് കൊടുക്കണം. അത് കഴിഞ്ഞ് കമല ദേഷ്യം പിടിച്ച് അകത്തേക്ക് പോകുമ്പോൾ
രാജീവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കമലേടത്തേക്ക് പിള്ളേർ നന്നാവണോണ്ട് ഒരു താല്പര്യമില്ല, അവർ നശിച്ചു പോകണമെന്നാണ് ആഗ്രഹം, കണ്ടല്ലോ. പക്ഷെ നമ്മളങ്ങനെ ചിന്തിക്കരുത് ശിവേട്ടാ, അവർ രണ്ടുപേരും നമ്മുടെ സഹോദരിയുടെ മക്കളാണ്, അവർ നന്നായി വരണം, അതാണ് വേണ്ടത്. ഇവിടെ നിന്നാൽ അവർ വഴിതെറ്റും. അവിടെ ആകുമ്പോഴത്തേക്കിനും ഒന്നുമില്ലെങ്കിലും അലീനയുണ്ടല്ലോ, അവൾ പറഞ്ഞാൽ ഇനി ഇവർ കേൾക്കുമോ? അതൊക്കെ അവൾക്കറിയാം നയത്തിൽ കൊണ്ടുപോകാൻ. ഒന്നുമില്ലെങ്കിലും അവളുടെ കൂടപ്പിറപ്പുകളല്ലേ, അവൾക്ക് നന്നായിട്ട് അറിയാം ഇവരെ നോക്കാനും നേർവഴിക്ക് കൊണ്ടുപോകാനും. എന്തെങ്കിലും കാരണം പറഞ്ഞ് ഇവരെ രണ്ടുപേരും അങ്ങോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ. പിന്നെ ബാലചന്ദ്രനോടുള്ള ദേഷ്യം കൊണ്ട് ഈ പിള്ളേർ നശിച്ചു പോയാലും കുഴപ്പമില്ലെന്നാണ് കമലേട്ടിയുടെ വാദം. കേട്ടല്ലോ, നമ്മളങ്ങനെ ചിന്തിക്കരുത് എന്നങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബബിത അടുക്കളയിലേക്കാണ് കയറിപ്പോയി. എന്ത് ചെയ്യണം, ആകെ ഒരു പരവേശം. ഫോൺ കൈ കിട്ടിയത് അടിച്ചു പൊട്ടിക്കണോ വെള്ളത്തിയിടണോ എന്തൊക്കെയോ, ആ ഒരു സെക്കൻഡ് കൊണ്ട് എന്തെങ്കിലും ചെയ്തേക്കണം. അതുകൊണ്ട് തന്നെ അമ്മിക്കല്ലിൻ്റെ അവിടെ കൊണ്ട് ഫോൺ വെച്ചിട്ട് അതിനെ അമ്മയുടെ കല്ലെടുത്ത് വെച്ച് അതിനെ ഇടിച്ച് പൊട്ടിക്കുക കേട്ടോ. ആ ദേഷ്യം തീരുന്നതുവരെ ഇടിക്കുന്നുണ്ട്. അതും കണ്ടുകൊണ്ടാണ് ഹരി അങ്ങോട്ട് വരുന്നത്. ഹരി ആകെ തകർന്നു പോയി, കാരണം തൻ്റെ ഫോൺ ഇങ്ങനെ പൊട്ടിച്ച് നശിപ്പിച്ച് കളയുന്നു ഒരിക്കലും വിചാരിച്ചില്ല. എടി ഫോൺ ഇങ്ങോട്ട് താടി എന്ന് പറയുന്നതിന് മുമ്പ് അവിടെ വെച്ചിരുന്ന വെള്ളത്തിലേക്ക് ആ ബാക്കിയുള്ള ഭാഗം കൂടെ എല്ലാം കൂടി അങ്ങോട്ട് എടുത്തിടുക കേട്ടോ. അതും കൂടെ കാണുമ്പോൾ തന്നെ ഹരിക്ക് അങ്ങോട്ട് ദേഷ്യം, ഒന്നും മിണ്ടാനും പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ അവിടെ വെല്ലിച്ചനും കൊച്ചനും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ബാബിത്തേക്ക് അടിച്ച് ശരിയാക്കിയായിരുന്നു അവൻ. അതിനൊന്നും പറ്റുന്നില്ല. ബബിതയ്ക്കും അങ്ങ് ദേഷ്യം, ഇവന് ഇത്രക്കാരനായിരുന്നെന്ന് ശരിക്കും ഹരിയുടെ സ്വഭാവം ഇപ്പം പിടികിട്ടിട്ടുണ്ട്. ഒരു കോഴിയാണെന്ന് മാത്രമേ അറിയാവുള്ളൂ, പക്ഷേ ഇതാണെന്നൊന്ന് ഇപ്പം മനസ്സിലായി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ബബിത ദേഷ്യം പിടിച്ച് തിരിച്ച് കയറിപ്പോവാ. എടി ബബിതെ, എന്താടി നീ എന്തിനാടി അടുക്കളയിലേക്ക് കയറിപ്പോയത് എന്ന് കമല അവിടെ നിന്നോട് ചോദിക്കുക കേട്ടോ. അപ്പോൾ ബബിത അതിനൊന്നും മറുപടി പറയാതെ തിരിച്ചു പോവാ. കണ്ടോ അവിടെ അഹങ്കാരം കണ്ടല്ലോ, ഇതൊക്കെയാണ് ഞാൻ പറയുന്നത് അഹങ്കാരമെന്ന്. അപ്പം ഉടനെ നമ്മുടെ രാജീവ് പറയണ്ട, അതിനിപ്പോൾ എന്താ, അവൾ ഇങ്ങനെ നടക്കണമെന്നാണല്ലോ കമലെടുത്തിൻ്റെ ആഗ്രഹം, അത് നടന്നില്ലേ എന്ന് ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് തൊട്ട് പറയും ഹരിയും പോവാട്ടോ. എന്താടാ നീ അവളുടെ പുറകെ പോയിട്ട് എന്തോ കുഴപ്പമുണ്ടല്ലോ, കാര്യം പറ. ഏയ് ഒന്നുമില്ല. നിൻ്റെ ഫോണ് കിട്ടിയോ? ഇല്ല. പിന്നെന്തിനാ നീ അവളെ പുറകിൽ ഓടിയത്? ഒന്നുമില്ലെന്നേ, ഞാൻ പറഞ്ഞില്ല ഒന്നുമില്ലയെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും കയറി പോവാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹരി ഇവിടെ ശിവനും രാജീവനും കൂടെ സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, അവന്മാർക്ക് എന്തോ ഇവർ രണ്ടുപേരും എന്തോ പ്രശ്നമുണ്ട്. ഇനിയിപ്പോൾ പ്രശ്നമുണ്ടെങ്കിൽ അവർ നമ്മൾ പറഞ്ഞില്ലല്ലോ, അപ്പോൾ അവർ തന്നെ അങ്ങ് തീർത്തോളും എന്നങ്ങനെ അവർ തീരുമാനിക്കട്ടോ. അത് കഴിഞ്ഞിട്ട് രേവതിക്കുട്ടിയുടെ അച്ഛനെ കാണാൻ പോവാമെന്ന് അവിടെ രമേശൻ നായർക്ക് വാക്ക് കൊടുത്തിരുന്നല്ലോ, അവിടെ കാണാൻ വേണ്ടിയിട്ട് രേവതിയും കൂട്ടി പോവാം. ഒരു ഗ്രേസമ്മയും മാമച്ചനും കൂടെ റെഡിയായി വന്നിട്ടുണ്ട്. പക്ഷേ രേവതിയോട് പറയണില്ല ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്, ഒരാളിനെ കാണാൻ പോകുന്നു മാത്രമേ പറഞ്ഞുള്ളൂ. വെഞ്ഞാറമൂടാണെന്നും പറയുന്നു. വെഞ്ഞാറമൂട് സുരാജ് വെഞ്ഞാറമൂട് സ്ഥലത്താണോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുകയും ചെയ്യാട്ടോ തിരിച്ച് മാമച്ചനെയൊക്കെ. നീ ഇങ്ങോട്ട് വന്നേടി, പെണ്ണ് ഒരുങ്ങി സുന്ദരിയായിട്ട് വന്നപ്പോൾ നല്ല സുന്ദരിയായി വന്നപ്പോൾ കൊഞ്ചു പോലെ ഇരുന്നതാണ്, ഇപ്പം എങ്ങനെ ഇരിക്കുന്നത് എന്ന് ഗ്രേസമ്മ പറയാം. അപ്പോൾ തന്നെ രേവതി പറയാം, ഞാനിവിടെ വന്ന് തിന്ന് കുടിച്ച് ഇങ്ങനെ ആയല്ലേ, ഒരു തരുണിമണി ആയിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ ആക്കിയെടുത്തില്ലേ? അങ്ങനെയൊന്നും പറയില്ലടി, തിന്നുന്ന കാര്യമാണോ ഞാൻ നിന്നോട് പറഞ്ഞത്? നീ നല്ല സുന്ദരിയായി എന്നല്ലേ പറഞ്ഞത്? പിന്നെ ഇങ്ങനെ പോവുകയാണെങ്കിൽ നീ തരുണിമണി തന്നെ ആവും എന്നൊക്കെ ഇങ്ങനെ കളിയാക്കുക. അങ്ങനെ അവർ യാത്ര തിരിക്കുകയാണ് കേട്ടോ വെഞ്ഞാറമൂട്ടിലേക്ക്. തിരുവനന്തപുരത്ത് എറണാകുളത്ത് നിന്ന് ഒത്തിരി യാത്ര ചെയ്ത് അവരോട് വരുന്നത്. കോളിംഗ് ബെല്ലൊക്കെ അടിക്കുമ്പോൾ ഒരു ലേഡി വന്ന് തുറക്കുവാണ്. ആരാ എന്താണെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം മാമച്ചൻ പറയണ്ട്, ഇവിടെ സുഖമില്ലാതെ ഒരാൾ കിടപ്പില്ലേ, വരുന്ന വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു വീട്ടിൽ നമ്മൾ കാണാൻ ഒരു രോഗിയല്ലേ, ഒന്നുമില്ലെങ്കിലും നമ്മൾ ആദ്യമായിട്ട് പോവല്ലേ, ഒരു വീട്ടിൽ ചെന്ന് കയറുമ്പോൾ വെറും കൈയോടെ എങ്ങനെയാണ് പോവുക, എന്തേലും വാങ്ങിച്ച് പോകണമെന്ന് ഗ്രേസമ്മയ്ക്ക് നല്ല നിർബന്ധമായിരുന്നു. അങ്ങനെ തന്നെ ആപ്പിള്, ഓറഞ്ച്, മുന്തിരി ഇങ്ങനെ ലിസ്റ്റ് എഴുതി കൊടുക്കുക, ഇത് തന്നെ വാങ്ങിച്ചാൽ മതിയെന്നും പറഞ്ഞ് വാങ്ങിക്കാം. അതെല്ലാം കൊണ്ടാണ് വരുന്നത്. കയ്യിലെ പൊതിയും ആൾക്കാരെയും ഒക്കെ നോക്കിയിട്ട് അവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാ എന്താന്നൊക്കെ. അപ്പോൾ രമേശൻ നായർ പറഞ്ഞിട്ടാണ്, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണ്, ഇവിടെ സുഖമില്ലാതെ കിടക്കുന്ന ഒരാളെ നോക്കി വന്നതാന്നൊക്കെ കാര്യം പറയാം. നിങ്ങൾ ആരാന്ന് ചോദിക്കും. അപ്പോഴാണ് മോളിലാണ് ആളെന്നൊക്കെ പറയാം കേട്ടോ. ജയപ്രകാശ് എന്നാണ് പേര്. ജയപ്രകാശിൻ്റെ ആരാ നിങ്ങൾ? ഞാൻ വൈഫാന്ന് പറയാം. നോക്കും, ശരി അകത്തേക്ക് കയറി വരും. നിങ്ങളാരാ? അല്ല ഞാൻ നിങ്ങളുടെ ഇവിടുത്തെ രമേശൻ നായരുടെ ഒരു ഫ്രണ്ടാണ്. അത് ശരി, അത് നിങ്ങളുടെ ആരാ? അത് എൻ്റെ അമ്മായി അച്ഛനാന്ന് പറയാം കേട്ടോ അവർ. അത് കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറുമ്പോൾ ഡൈനിങ് ഹാളിൽ വേറെ 3 ചെറുപ്പക്കാർ ഇരിപ്പുണ്ട്. അപ്പോൾ അവരെയൊക്കെ മൊത്തം നോക്കുക, ഒരു ചീട്ടുകളിയും കള്ളുകുടിയും ഒക്കെ ഉണ്ട്. ഇവരും ആകെ ലെക്ക് കേട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക. ഇത് രണ്ടും എൻ്റെ ആങ്ങളമാരാ, പിന്നെ ഇത് ആങ്ങളമാരുടെ ഒരു ഫ്രണ്ടും കൂടെയാണ്. അത് ശരി, എന്നാൽ പിന്നെ നിങ്ങൾ മേളിലേക്ക് ചെന്ന് കയറിക്കോ. അങ്ങനെ മേളിലേക്ക് പോവാണ് കേട്ടോ അവർ. താഴെ ഇരുന്ന് ഇവന്മാർ ചോദിക്കുന്നുണ്ട്, എടി നിൻ്റെ ഭർത്താവിന് ഇവരൊക്കെ എറണാകുളത്ത് നിന്നാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ എറണാകുളത്ത് ഭർത്താവിന് എന്താടി ബന്ധം എന്നൊക്കെ ചോദിക്കുക. അയാൾക്ക് അവിടെ ബന്ധമുള്ളതായിട്ട് എനിക്കറിയില്ല, ഇതിപ്പോൾ അയാളെ ബന്ധമല്ല, ഇത് അയാളെ അച്ഛൻ്റെ പരിചയക്കാരോ ആണ് എന്നൊക്കെ പറയാം. അങ്ങനെ നേരെ മേളിലേക്ക് കയറി ചെല്ലുക കേട്ടോ.
ചെല്ലുമ്പോൾ തന്നെ രമേശൻ നായർ ഇവരെ കാണുന്നുണ്ട്. അങ്ങനെ മകൻ്റെ മുറിയിലേക്ക് വിളിച്ചുകൊണ്ട് പോവാം. ഭയങ്കര നന്ദിയോടുകൂടി അയാൾ ഓർക്കുകയാണ് കേട്ടോ. അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ പറയണ്ട ആരാ എന്താണെന്നൊന്നും പറയണില്ലെങ്കിലും രേവതിക്കുട്ടി കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇത് എൻ്റെ മകളാണെന്ന്. അങ്ങനെ അദ്ദേഹം രേവതിക്കുട്ടിയുടെ കൈ പിടിച്ച് വെച്ചിട്ട് മോളെ എനിക്ക് മാപ്പ് തരണം, ചെയ്തതൊക്കെ തെറ്റായിപ്പോയി, അറിവില്ലായ്മ ഉണ്ട്, അന്നിങ്ങനെയൊക്കെ ചെയ്തു പോയി എന്നൊക്കെ പറഞ്ഞ് ആ കയ്യിലേക്ക് ഇങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യണം. രേവതിക്ക് ഒന്നും മനസ്സിലാവണില്ല ഇത് ആരാ എന്താ ഒരു രോഗിയെ കാണാൻ വരുന്നു എന്നുള്ളതല്ലേ. അങ്ങനെ കൃത്യമായിട്ട് കാര്യങ്ങളൊന്നും അറിയണില്ല. എന്നാലും രേവതി അവരെല്ലാവരെയും രമേശൻ നായരെ നോക്കി സ്വന്തം അച്ഛനെയാണ് കാണുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. പിന്നീടായിരിക്കാം ചിലപ്പോൾ ഗ്രേസമ്മ പറയുക. അതൊക്കെയാണ് കേട്ടോ എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.